ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം 9-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: പ്രായം ചെന്നവരത്രേ ജ്ഞാനികൾ എന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നുമില്ല എന്നുള്ള വാക്യമാണ്. ആരാണ് യഥാർത്ഥ ജ്ഞാനികൾ, ബുദ്ധിമാന്മാർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി ഈ വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 14-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം ഇല്ലെന്ന് പറയുന്നവർ മൂഢന്മാരാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ, 2-ാം വാക്യത്തിനുള്ളിൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥ ജ്ഞാനി ആരാണ്, ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ അന്വേഷിക്കുന്നവനും ദൈവത്തെ ദൈവമെന്ന് അറിയുവാനും ആ നിലകളിൽ ദൈവത്തിന് അംഗീകാരം നൽകുവാനും ഒരുവന് കഴിയുന്നു എങ്കിൽ അവനാണ് ജ്ഞാനി എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. 1, ദൈവത്തെ ദൈവമെന്നറിയുക. 2, ദുഷ്ടനെ ദുഷ്ടനെന്ന് അറിയുക. അത് ദൈവം നൽകുന്ന ആഴമായ ജ്ഞാനത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫെസോസ് സഭയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ, അവരുടെ ആലയത്തിനുള്ളിൽ അപ്പോസ്തോലന്മാരാണ് എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ആളുകളെ അവർ പരീക്ഷിച്ചു നോക്കുകയും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷമായ ജ്ഞാനത്തിൽ നിന്ന് അവർ കള്ളന്മാരാണോ യഥാർത്ഥ അപ്പോസ്തോലന്മാരാണോ എന്ന് കണ്ടെത്തി ആ കണ്ടെത്തലിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ കണ്ടെത്തൽ അവരുടെ മാനുഷികമായ പഠനത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് നേടിയെടുത്തതല്ല, ദൈവം അവർക്ക് കൊടുത്ത വിശേഷമായ ജ്ഞാനവും കൃപയുമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരുടെ അരികിൽ നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസിൻ്റെ വാക്കുകൾ, നീ ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞത്, ഇത് നിനക്ക് ബോധ്യപ്പെടുത്തി തന്നത് അത്യുന്നതനായ ദൈവമാണ് എന്നുള്ള പദമാണ്. അങ്ങനെയെങ്കിൽ ജ്ഞാനമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. അത് വേണ്ടെന്നല്ല, ദൈവം നൽകുന്ന ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി ദൈവിക ജ്ഞാനം പ്രാപിച്ച് ഓരോ ദിവസവും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ നമ്മെ സമർപ്പിക്കാം.
അതിൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എന്നാൽ അതിലുപരി ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന്, ഞങ്ങളുടെ നിത്യതയ്ക്കായി ദിവ്യമായ ദൈവിക ജ്ഞാനമുള്ളവരായി ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.